ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. മോനെ എന്താടാ ശ്യാമ കണ്ടായിരുന്നോ? പറഞ്ഞു കൊടുക്കടാ. അറിയാഞ്ഞിട്ടേ പേറ്റ് നോവ് എടുത്തിരിക്കുന്ന ഗർഭിണിയേക്കാൾ കഷ്ടമാ നിന്റെ അച്ഛന്റെ അവസ്ഥ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നോ പറഞ്ഞൊന്ന് ധരിപ്പിക്കേ. അങ്ങേര് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങട്ടെ. എന്റെ അമ്മ ഒന്ന് നിർത്തിയത്. അതിനെ അവളിവിടുന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ കണക്കിലങ്ങ് പെടുത്തിക്കോളാം. കഷ്ടം. ഇത്രയ്ക്കൊന്നും അതപ്പതിക്കാൻ പാടില്ല ഭാമേ. നീ ഒരു സ്ത്രീയല്ലേ? ഈ രാത്രിയെ നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടിയെ തെരുവിലൂടെ പെട്ടുകിടക്കുക. പെട്ടുകിടക്കുന്നല്ലോ, അഹങ്കാരം കൊണ്ട് സ്വയം പോയി ചാടിക്കൊടുത്തല്ലേ. പോയൊരു നേരം വിളിക്കുമ്പോ വന്നോളൂന്നേ. അതിനിടയിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാണെങ്കിൽ അത് അവളുടെ വിധിയാണെന്ന് അങ്ങ് കരുതിക്കും. നീ നന്നാവില്ല ഭാമേ, ഒരു കാലത്തും നന്നാവൂല. കാരണേ നിന്റെ മനസ്സിപ്പോഴേ കാലത്തിനൊത്ത് വളർന്നിട്ടില്ല. ആ പഴയ അമ്മായിമ്മ പോരുടെ കാലത്താ ഇപ്പോഴും നീ നിൽക്കുന്നതേ. ആ ചിന്തയും ഭാവവും ഒക്കെ എന്നും നിന്റെ മനസ്സിൽ നിന്ന് പോന്നോ അന്നേ നീ നല്ല രീതിയിൽ ചിന്തിക്കത്തുള്ളൂ. മോളെ നിക്ക് മോളെ. അമ്മ എന്താ അച്ഛാ വരാത്തെ? അച്ഛാ എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടന്നാ മതി. എന്നെ പൊന്നിയാന്റെ ഉറക്കണ്ട. മോളെ മോളെ ഇന്ന് പൊന്നിയാന്റെ ഉറക്കട്ടെ, നാളെ അമ്മയുടെ ഉറങ്ങാം. ഇല്ല പറ്റില്ല, എനിക്ക് എന്റെ അമ്മയുടെ കൂടെ കിടന്നാ മതി. അമ്മ എന്താ വരാത്തെ? എനിക്കിവിടെ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കണം. ഒരമ്മയും മോളും നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയതാ നിന്റെ അമ്മ. എവിടെ പോയെന്ന് പോലും അറിയില്ല. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയില്ല. ചത്തു പണ്ടാരം അടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ നീ ഉറങ്ങത്തില്ലേ? മര്യാദയ്ക്ക് പോയി ഉറങ്ങുവച്ചേ. പൊന്നി ഇതിനെ വിളിച്ചോണ്ട് പോ. മോള് വാ, ആന്റി എങ്ങനെയെങ്കിലും കിടത്തി ഉറക്കാൻ നോക്ക്. എന്താ പറഞ്ഞ കേക്കില്ലേ? ഭാമേ, ഇത്തിരി ഇല്ലാത്ത കൊച്ചിനോട് പോലും നീ ഇങ്ങനെ സംസാരിക്കുന്നെങ്കിലേ നിന്റെ മാനസികാവസ്ഥയ്ക്ക് കാര്യമായ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട്. നീയേ എത്രയും വേഗം ഡോക്ടറെ കാണുക വേണ്ടുന്നത്. ഇല്ലെങ്കിലേ ഇത് വേറെന്തെങ്കിലും മാറും. എന്താന്നങ്ങ് തെളിച്ചു പറ. അങ്ങ് തെളിച്ചു പറ എനിക്ക് ഭ്രാന്താണെന്ന്. കുട്ടിയും കുടുംബം എല്ലാം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ പിന്നെ ഭ്രാന്തല്ലാതെ എനിക്ക് എന്താ വരിക? അതിനിടയിലോ അവളുടെ ഒരു വീട് വിട്ടു പോക്ക്. എവിടെയെങ്കിലും പോയി കിടന്നോണം. ഒറ്റ എണ്ണത്തിന്റെ ഒച്ച ഇവിടെ കേട്ടേക്കരുത്. ഇവളെ വിളിച്ചോണ്ട് പോടി. വാ മോളെ, വെറുതെ ആന്റിയെ കൂടെ വഴക്ക് കേൾപ്പിക്കാതെ. അപ്പൊ അമ്മ ഇന്ന് വരില്ലേ പൊന്നിയാന്റി? എനിക്ക് അമ്മയെ കാണണം. മോളിങ്ങി വന്നേ, ആന്റി പറയട്ടെ. എനിക്ക് അമ്മയെ കാണണം. കരയാതെ എനിക്ക് എന്റെ അമ്മയെ കാണണം. കരയില്ലേ മോളെ? ഏതെങ്കിലും ഒരു വീട് കണ്ടുപിടിച്ച് എങ്ങനെ ഈ കുടുംബം മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റുന്നു വിചാരിച്ച് തല പുകച്ചിരിക്കുമ്പോഴാ ഓരോ കുഴപ്പങ്ങൾ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താടാ ശ്യാമ കണ്ടായിരുന്നോ? പറഞ്ഞു കൊടുക്കടാ. അറിയാഞ്ഞിട്ടേ പേറ്റ് നോവ് എടുത്തിരിക്കുന്ന ഗർഭിണിയേക്കാൾ കഷ്ടമാ നിന്റെ അച്ഛന്റെ അവസ്ഥ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്നോ പറഞ്ഞൊന്ന് ധരിപ്പിക്കേ. അങ്ങേര് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങട്ടെ. എന്റെ അമ്മ ഒന്ന് നിർത്തിയത്. ഈ വഴക്കും ബഹളം ഉണ്ടാക്കിയിട്ട് പരസ്പരം പോറിടേണ്ട സമയമാണോ ഇത്? ചിന്തിക്കാനും പരിഹാരം ഉണ്ടാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇല്ലേ? കുടുംബം വരെ പോയ അവസ്ഥയിൽ നിൽക്കുക. എന്നിട്ട് തമ്മിൽ തല്ലിന് ഒരു കുറവുമില്ല. എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിക്കാൻ. ഇപ്പൊ ഞാൻ ഒച്ച എടുക്കുന്നതാണോ കുഴപ്പം? ഇതുപോലെ ഇറങ്ങിപ്പോയി മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല അല്ലേ? നീ ചുമ്മാ അവള് പറയുന്നത് കേട്ടോണ്ടിരിക്കാതെ ഞാൻ ചോദിച്ചത് മറുപടി പറ. ശ്യാമയെ കണ്ടോ? അച്ഛാ, ശ്യാമ ശാരദാമ്മയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അത് മതി, എവിടെങ്കിലും എത്തിയിട്ടുണ്ടല്ലോ. അവൾക്കിങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ച് നടന്നാ മതിയല്ലോ. ആ പപ്പ ഇവിടെ കിടന്ന് കീറി വിളിക്കുന്നുണ്ടായിരുന്നു അവളുടെ അമ്മയുടെ കൂടെ കിടക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അതൊന്നും ആലോചിക്കാതെ നടക്കാം അവള് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ. ചട്ടകം പഴിപ്പിച്ച് വെക്കാത്തതിന്റെ സൂക്കേട് അവൾക്ക്. അതെങ്ങനെയാ?
നിയന്ത്രിക്കേണ്ടവൻ വേറെ എവിടെ പോയി കിടക്കല്ലേ? പിന്നെ ഇവളിങ്ങനെ പോയില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്റെ അമ്മേ, ഈ പോക്ക് ഒരു പോക്കായിരുന്നെങ്കിൽ ശല്യം കിട്ടിയാനെ. എന്താ ഇതിപ്പോ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നാളെ ഇങ്ങോട്ട് കയറി വരും. നാശം. ഭാമേ, നീ നടന്നു. നിന്റെ നാവിന് റെസ്റ്റ് കൊടുക്ക്, ഒരു സ്വസ്ഥത കിട്ടട്ടെ. ഡാ മോനെ, പപ്പി മോളെ, അവളുടെ അമ്മയെ കാണാതെ കരഞ്ഞു തളർന്നിരിക്കുക. നീ അവളെ കൊണ്ട് ശ്യാമ എടുത്താക്ക്. ഇനി ഇവിടെ ചുമ്മാതെ ഇവിടെ പാതിരാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കി കരഞ്ഞു വിളിച്ചേ എന്തെങ്കിലും അസുഖം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അതിനോട് നോക്കണം. ഹാ, ചെല്ലടാ, കൊണ്ടുപോയി ആക്ക്. നിനക്കിങ്ങനെ തെക്ക് വടക്ക് കറങ്ങുന്ന ജോലിയല്ലേ ഉള്ളൂ. ഡാ, നീ പോയിട്ട് വാ. പപ്പി മോളെ, പപ്പി മോളെ. എന്താ അച്ഛച്ചാ? മോളിങ്ങി വന്നേ, അമ്മ വന്നില്ലേ വിഷ്ണു അച്ഛാ? മോളിങ്ങി വന്നേ. വാങ്ങിയോട്ട്. എന്താ അച്ഛച്ചാ? അമ്മേ, ശാരദാമ്മയുടെ വീട്ടിലുണ്ട്. ആണോ? ആ മോളെ, വിഷ്ണു അച്ഛനോട് ചെല്ലേ, അമ്മയുടെ അടുത്താക്കി തരും. എന്നെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവോ വിഷ്ണു അച്ഛാ? നമുക്ക് പോവാം. ഡാ വിഷ്ണു, ദേ പോകുന്നതൊക്കെ കൊള്ളാം. പടിക്കൽ ഇറക്കി വിട്ടിട്ട് ഇങ്ങ് വന്നേക്കണം. നീ എങ്ങനെ അകത്തേക്ക് കേറിന്ന് ഞാൻ അറിഞ്ഞ, വരാൻ താമസിച്ച ഞാനങ്ങ് എത്തും. ആ, നീ എല്ലാം കൂടിയിട്ട് എന്റെ മെക്കെട്ട് കയറ്. അമ്മയ്ക്ക് ആരെങ്കിലും മതിയല്ലോ. വാ വിഷ്ണു അച്ഛാ, നമുക്ക് നീ ഇത് പോവാം. കേട്ടോണ്ട് പോവാൻ നോക്കടാ. ഓ, വെറുതെ മനുഷ്യരെ ഭ്രാന്താക്കാൻ. ഓ, ഇപ്പൊ സമാധാനായല്ലോ. ആ ഇനി അതും ആലോചിച്ചോണ്ട് അസുഖം വരുത്തി വെച്ചേക്കരുത്. ഓ ഡീ, നീ എന്ത് കാഴ്ച കണ്ടോണ്ട് നിൽക്കുവാടി? കയറി പൊടി. ഇനി എല്ലാരും വെക്കിട്ട് കയറ്. ആ ആ, ഒരു പണിയില്ല. ആ, ചെല്ല് ചെല്ല്. ഉടനെ അങ്ങോട്ട് ഓടി. ഇനി അവനെ കൂട്ടിക്കൊണ്ട് വരാൻ ഇവിടുത്തെ ആള് പോണ്ടി വരുമായിരിക്കും. എന്താ വിഷ്ണു അച്ഛാ അമ്മയ്ക്ക് പറ്റിയത്? ഏയ്, ഒന്നുമില്ല. പിന്നെന്താ അമ്മ ഇങ്ങോട്ട് വരാത്തത്? അമ്മ വരും. നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോകുന്നേ. സത്യം ചേച്ചിയമ്മയും എല്ലാരും കൂടി ഇന്ന് നല്ല രസായിരിക്കും അല്ലേ വിഷ്ണു അച്ഛാ? വിഷ്ണു അച്ഛനും ഇന്ന് അവിടെ നിൽക്കോ എന്റെ സത്യയുടെയും കൂടെ? വേണ്ട മോളെ,